ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജെപ്ഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മുടെ കുക്കിംഗ് ഗ്യാസ് ലാഭിക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്യാസ് ലാഭിക്കാൻ പറ്റുന്നതാണ്. ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ സ്റ്റൗവിൻ്റെ ബർണർ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ ഹോൾസിലൂടെയൊക്കെ എന്തെങ്കിലും ടൂത്ത് പിക്കോ മറ്റോ വെച്ച് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസ് തീരുന്നല്ലാതെ തീ നല്ലപോലെ പുറത്തേക്ക് വരില്ല. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ പറയാനുള്ളത്, നമ്മൾ പത്തിരി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു ചപ്പാത്തി അല്ലെങ്കിൽ പത്തിരിയൊക്കെ 2 3 ഒക്കെ ഉള്ള സമയത്ത് തീ ഓഫ് ചെയ്താലും അത് നല്ലപോലെ പൊങ്ങി വരും. ഇതാ കണ്ടല്ലോ, ഞാൻ ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നല്ലപോലെ പൊങ്ങി കിട്ടുന്നുണ്ട്. ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്ക് തവ നല്ല ചൂടായിരിക്കും. ആ ചൂടിൽ തന്നെ നമുക്കിതൊക്കെ റെഡിയാക്കി എടുക്കാം. പിന്നെ പറയാനുള്ളത്, നമ്മൾ മൺചട്ടി ഉപയോഗിച്ച് സ്റ്റൗവിൻ്റെ മുകളിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുമെങ്കിലും പിന്നെ നമുക്ക് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അടിയിൽ വെള്ളം വെക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുട്ടിൻ്റെ കൂടെയുള്ള പഴം പുഴുങ്ങിയെടുക്കണമെങ്കിലും അതുപോലെ കോഴിമുട്ട പുഴുങ്ങിയെടുക്കണമെങ്കിലും ഒക്കെ താഴെ ചൂടാക്കുന്ന വെള്ളത്തിൽ വെച്ചാൽ മതി. അതിനി കുക്കറിൻ്റെ മുകളിൽ വെക്കുന്ന ചിരട്ട പുട്ടിൻ്റെ ആ ഒരു മോൾഡാണെങ്കിലും അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് പുട്ടും അതിൻ്റെ കൂടെ കഴിക്കാനുള്ളതും ഒരുമിച്ച് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ പറയാനുള്ളത്, നമ്മൾ ചെറിയ പാത്രത്തിലൊക്കെ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തീ ആക്കരുത്. ചെറിയ തീയിൽ തന്നെ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ്, നമുക്ക് കുറച്ച് സാധനം മാത്രമേ കുക്ക് ചെയ്യാനുള്ളൂ എങ്കിൽ ചെറിയ പാത്രങ്ങൾ തന്നെ ഉപയോഗിക്കാം. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ പറയാനുള്ളത്, ഗ്യാസിൻ്റെ മുകളിലുള്ള ഈ റെഗുലേറ്ററിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഉണ്ടാവും, ചില റെഗുലേറ്ററിൻ്റെ മുകളിലേ ഉണ്ടാവുള്ളൂ, എല്ലാത്തിൻ്റെ മുകളിലും ഉണ്ടാവില്ല. ഇതിൽ പവർ കൂടുതലാക്കാനും കുറയ്ക്കാനും ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സാധാരണ കുക്ക് ചെയ്യുന്നതിനൊക്കെ ചെറിയ പവറിൽ മതി. ഇനി അഥവാ വലിയ പാർട്ടിയൊക്കെ കഴിക്കുന്ന സമയത്ത് വലിയ ചെമ്പൊക്കെ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂട്ടി കൊടുത്താൽ മാത്രം മതി. ബീഫ്, മട്ടന് ഇതുപോലുള്ള സാധനങ്ങൾ, അതായത് പയറുവർഗ്ഗങ്ങൾ, ഇതെല്ലാം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കുക്കർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഗ്യാസ് ലാഭിക്കുകയും ചെയ്യാം, ടൈമും ലാഭിക്കാം. അതുപോലെ ഒരുപാട് തീ കൂട്ടി വെക്കാതെ ചെറിയ തീയിലിട്ട് വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടച്ചു വെച്ച് വേവിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുക. അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ളത്, നമ്മൾ വറ്റിച്ചെടുക്കുന്ന കുറേ വിഭവങ്ങളുണ്ടല്ലോ, ബീഫ്, ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മുകൾ ഭാഗം വലുതായിട്ടുള്ള, അതായത് വായുവട്ടമുള്ള പാത്രം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് വറ്റിച്ചെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് പറയാനുള്ളത്, നമ്മൾ ചില റെസിപ്പിയിലൊക്കെ ഉള്ളി ഫ്രൈ ചെയ്തിട്ട് ഉപയോഗിക്കാറുണ്ട്. ചില ബിരിയാണികളിൽ അല്ലെങ്കിൽ ചിക്കൻ കറി അതിലൊക്കെ. അതിന് വേണ്ടിയിട്ട് ഉള്ളി നൈസായി കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലാക്കിയിട്ട് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കാം. നല്ലപോലെ ഉണങ്ങി വരേണ്ട ആവശ്യമില്ല, അരമണിക്കൂർ മാത്രം വെച്ചാൽ മതി. ഇതിൻ്റെ ഈർപ്പം ഒന്ന് പോയാൽ മാത്രം മതി. എന്നിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അടുത്തായിട്ട് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും പാത്രം ഒന്ന് കഴുകിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഗ്യാസിൻ്റെ മുകളിൽ വെക്കാറ്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളം വറ്റുന്നവരെ നമ്മൾ ചൂടാക്കി നിൽക്കാറാണ്. ആ വെള്ളം നമുക്കൊരു ടിഷ്യൂ പേപ്പറോ ഒരു കോട്ടൻ്റെ തുണിയോ വെച്ച് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയം നമുക്ക് ലാഭിക്കാവുന്നതാണ്. ഇനി പറയാനുള്ളത്, നമ്മൾ പയറുവർഗ്ഗങ്ങൾ, അതായത് കടല, ചെറുപയർ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വേവിക്കുന്നതിന് മുന്നേ കുതിർത്തിയെടുത്തതിന് ശേഷം വേവിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, നമ്മുടെ ഗ്യാസും ലാഭിക്കാം. പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റവ് വാങ്ങിക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള ഗ്യാസ് സ്റ്റവ് മാത്രം നോക്കി വാങ്ങിക്കുക. പിന്നെ ചിലർക്കൊക്കെ എപ്പോഴും ചായ കുടിക്കേണ്ടി വരും, അതല്ലെങ്കിൽ ചൂടുള്ള വെള്ളം തന്നെ കുടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഫ്ലാസ്കിൽ ചൂടുള്ള വെള്ളം ആക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ എപ്പോഴും ഇങ്ങനെ സ്റ്റവ് കത്തിച്ച് ചൂടാക്കി കുടിക്കുന്നതിനേക്കാളും നമുക്ക് കുറേ ഗ്യാസ് ലാഭിക്കാവുന്നതാണ് ഫ്ലാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ചെറിയ ടിപ്സുകളും നിങ്ങളൊന്ന് സൂക്ഷിക്കുമല്ലോ. ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഓരോന്ന് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ കരുതും ഇത്രയും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ എങ്ങനെയാണ് ഗ്യാസ് ലാഭിക്കാമെന്ന്. അങ്ങനെയല്ല, പല തുള്ളി പെരുവെള്ളം എന്നല്ലേ പറയാറ്. അതുപോലെ തന്നെയാണ്, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കിയാൽ വലിയ രീതിയിൽ ഗ്യാസ് ലാഭിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.